പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ രണ്ട് വ്യത്യസ്ത തരം ചമ്മന്തികൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഉള്ളി ചമ്മന്തി അരയ്ക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ ഒരു 2-3 എടുക്കാം. 2 വറ്റൽമുളക്, ചെറിയൊരു കഷ്ണം പുളി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം എന്നിവ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. ഒരുപാട് ഫൈൻ ആവണ്ട, പക്ഷെ ഒരുവിധം അരിഞ്ഞു കിട്ടണം. ഇതിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലയും താളിച്ച് ചേർക്കാം. ഇതൊരു വെറൈറ്റി ടേസ്റ്റുള്ള ചമ്മന്തിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് തേങ്ങ ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചെരുകിയത് എടുത്തിട്ടുണ്ട്. ഒരു അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. ഇത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ 2 ചമ്മന്തിയും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണേ.